INS വിക്രാന്തിന്റെ വിവരങ്ങൾ തേടി ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്ക് ഫോൺ വിളിച്ച കേസിലെ പ്രതി മുജീബ് റഹ്മാന് പാകിസ്ഥാനിലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമെന്ന് സംശയം. ഇത്തരം സംഘടനകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മുജീബ് റഹ്മാൻ പിന്തുടരുന്നതായി പോലീസ് കണ്ടെത്തി. മുജീബ് റഹ്മാന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതിയെ 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ ലൊക്കേഷൻ അടക്കമുള്ള വിവരങ്ങൾ തേടി ഫോൺ വിളിച്ച മുജീബ് റഹ്മാൻ പാകിസ്ഥാനിലെ തീവ്ര നിലപാടുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പിന്തുടർന്നിരുന്നതായാണ് പോലീസ് കണ്ടെത്തൽ. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത നേടാൻ കഴിയും. 10 ദിവസത്തേക്കാണ് പ്രതിയെ കൊച്ചി ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി കസ്റ്റഡിയിൽ നൽകിയത്. അറസ്റ്റിലായതിനു പിന്നാലെ പോലീസ്, നാവികസേന ഇന്റലിജൻസ്, സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് എന്നിവർ പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ഇയാൾ നൽകിയിരുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളെക്കുറിച്ച് വിവരം ലഭിച്ചത്. മുജീബ് റഹ്മാൻ ഇടയ്ക്കിടെ കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്തിരുന്നു. ഈ യാത്രകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2021 മുതൽ മുജീബ് റഹ്മാൻ മാനസിക രോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ലഹരി ഉപയോഗത്തെ തുടർന്നാണ് ചികിത്സ തേടിയത്. മുജീബിനെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴിയും പോലീസ് ശേഖരിക്കും. കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിശദമായ അന്വേഷണത്തിലാണ്. കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്തേക്ക് ഫോൺ ചെയ്ത് സുപ്രധാന വിവരശേഖരണ ശ്രമം നടത്തിയത് നാവികസേനയും ഗൗരവത്തിലാണ് കാണുന്നത്. ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പും മറ്റ് രേഖകളും വിശദമായ അന്വേഷണത്തിന് സൈബർ പോലീസിന് കൈമാറി. കോഴിക്കോട് എലത്തൂരിൽ സഹോദരിക്കൊപ്പം താമസിക്കുന്ന അവിവാഹിതനായ മുജീബിന്റെ മാതാവ് വിദേശത്താണ്. പോലീസ് സൈബർ വിഭാഗത്തിന്റെ സഹായത്തിലാണ് അജ്ഞാത ഫോൺ ചെയ്തയാളെ പിടികൂടിയത്. നേവൽ ബേസ് ആസ്ഥാനത്തെ ലാൻഡ് ഫോണിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് രാഘവൻ എന്ന വ്യാജേന ഇയാൾ ഫോൺ ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടെ മെയ് 9-നായിരുന്നു ഫോൺ കോൾ എത്തിയത്. ജനം, കൊച്ചി.